ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ഫങ്ഷനാണ് ബാങ്കേഴ്സ് ബാങ്ക്. ഇതിനു മുമ്പ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് പറഞ്ഞത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാങ്കറുടെ ബാങ്ക്. നമ്മുടെ രാജ്യത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളുണ്ട്, ധാരാളം പ്രൈവറ്റ് ബാങ്ക്സുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സുകളുണ്ട്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾസ്, പിന്നെ ഫോറിൻ ബാങ്ക്സ്. ഈ ബാങ്കുകളൊക്കെ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോഴും ഇവർ അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ആർ ബി ഐ. കൺട്രോൾ മാത്രമല്ല, സൂപ്പർവിഷനും കോർഡിനേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബാങ്കുകൾക്ക് ഒരേ സമയത്ത് സഹായവുമാണ് ആർ ബി ഐ. അപ്പോൾ ആർ ബി ഐ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. RBI acts as a banker to scheduled bank. Scheduled bank include commercial banks, foreign exchange bank, public sector banks, state cooperative banks, regional rural banks. ഇത്രയും ബാങ്കുകളുടെ ബാങ്കായിട്ട് ഇവരുടെ എല്ലാം പിതാവ് അല്ലെങ്കിൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് RBI ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്ന ഫംഗ്ഷൻ തന്നെ ഹോൾഡ്. ഇറ്റ് ഹോൾഡ്സ് എ പാർട്ട് ഓഫ് ദ ക്യാഷ് ബാലൻസസ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഒരുപാട് ക്യാഷ് അവർക്ക് ഡെപ്പോസിറ്റ് ഇടുന്നുണ്ട്. അതിന്റെ ഒരു പാർട്ട് ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? RBI ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചർച്ച ചെയ്യുന്നത്. നോക്കുക, എവറി കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് റിക്വയർഡ് ടു keep with the Reserve Bank as a cash balance of not less than 6% of its demand and time liabilities. അതായത് രാജ്യത്തുള്ള എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റിന്റെ 6%, അതായത് സേവിങ് ഡെപ്പോസിറ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും, ഇതിന്റെ 6% എവിടെ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്? നോട്ട് ലെസ് എന്നാണ്. ഏറ്റവും കുറയാത്തത് 6% വേണം നമ്മൾ RBI കീപ്പ് ചെയ്യണം. ദിസ് റൈറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അപ് ടു 20%. ഈ പെർസെൻറ്റേജ് 6% ഉള്ളത് മാക്സിമം 20% വരെ RBI ഉയർത്താവുന്നതാണ്. The two main purposes of maintaining the cash reserve by commercial banks are as follows. പ്രധാനമായിട്ടും 2 പർപ്പസുകളാണ് ഇങ്ങനെ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾക്ക് അവരുടെ കയ്യിലുള്ള ഫണ്ട് RBI നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള മെച്ചങ്ങളും. 2 കാര്യങ്ങളാണ്. ബട്ട് വി ഡിസ്കസിങ് 3 പോയിന്റ്സ്. ഒന്ന് പറയുന്നത് ഫസ്റ്റ്ലി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് പെട്ടെന്ന് ബാങ്കിൽ എല്ലാവരും ചെന്നിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണം? അവർക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യണം. അപ്പോൾ ബാങ്കുകളെല്ലാം നിങ്ങൾക്കറിയാം, അവർ കിട്ടുന്ന ഡെപ്പോസിറ്റിൽ നിന്നാണ് അവർ ലോൺ കൊടുക്കുക. അപ്പോൾ 1 കോടി രൂപ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് കഴിഞ്ഞാൽ 60 ലക്ഷത്തിൻ്റെ അടുത്ത് ലോണായി കൊടുക്കുന്നതായിരിക്കാം ബാങ്ക്. പെട്ടെന്ന് ആളുകൾ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് തകർന്നു പോകില്ലേ? അപ്പോൾ ഇങ്ങനത്തെ തകർച്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ആണ് നമ്മൾ ഈ റിസർവ് RBI സൂക്ഷിക്കുന്നത്. കൂടാതെ ഇങ്ങനെ അവിടെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ലോണും കിട്ടും ആർക്ക്? RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ആരിൽ നിന്നും? RBI നിന്നും. അപ്പോൾ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ 6% RBI സൂക്ഷിക്കുന്നതിന് കാരണം. രണ്ടാമത് പറയുന്നത് സെക്കൻഡ്ലി ടു എനേബിൾ ദ റിസർവ് ബാങ്ക് ടു അക്കോമഡേറ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൺ ദ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അതായത് ചില കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ ചില ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഡിഫിക്കൽട്ടീസിൽ ഈ റിസർവിന്റെ പിൻബലത്തിൽ RBI അവരെ സഹായിക്കാൻ പറ്റും. മൂന്നാമത് പറഞ്ഞത് തേർഡ്ലി ദ റിസർവ് ബാങ്ക് ക്യാൻ കൺട്രോൾ ദ ക്രെഡിറ്റ് ക്രിയേറ്റഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബൈ വാരിങ് ദ സ്റ്റാറ്റ്യൂട്ടറി ക്യാഷ് റിസർവ് റിക്വയർമെന്റ്സ്. ക്യാഷ് റിസർവ് റിക്വയർമെന്റിൽ ഞാൻ പറഞ്ഞു 6 മുതൽ 20% വരെ ഈ റേഷ്യോ മാറ്റിക്കളിക്കാം. അതായത് കുറച്ച് പണം കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെത് RBI കയ്യിലില്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ക്യാഷ് ഫുള്ള് ലോണായി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ പെട്ടെന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ബാങ്ക് തകരും. അപ്പോൾ ഇതിനൊരു നീക്കുപോക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾക്ക് ഡെപ്പോസിറ്റ് കിട്ടി ഫുള്ള് ലോണ് കൊടുത്ത് ആ ലോണ് വാങ്ങിക്കൊണ്ടുപോയവരെ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യാം? ഇത്രയും റിസ്ക് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RBI കയ്യിൽ നമ്മൾ കിട്ടുന്ന സേവിങ് ഡെപ്പോസിറ്റിനെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെയും 6% ആരുടെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത്? RBI കയ്യിൽ സൂക്ഷിക്കണം. ഇതിന് പറയുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇതിന്റെ മിനിമം 6ഉം മാക്സിമം 20%ഉമാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പിന്നെ പറയുന്നത് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. ബാങ്കുകൾക്ക് വേണ്ടി ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് RBI വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം.
by acting as a clearing house, the Reserve Bank helps the member banks in the settlement of the mutual indebtedness without physical transfer of the cash. ഇത് നമ്മൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഈ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്ന ടേം വളരെയധികം മനസ്സിലാകും. പണ്ട് അങ്ങനെയില്ലായിരുന്നു. നമ്മൾക്കറിയാം നമ്മുടെ ഏത് ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും SBI ആണെങ്കിലും HDFC വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ? ചെക്ക് മുഖേനയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ല നമ്മൾ ഓൺലൈനിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് അതായത് RTGS ആയിട്ടോ നെഫ്റ്റ് ആയിട്ടോ IMPS ആയിട്ടോ UPI ആയിട്ടോ വാട്ട് എവർ പ്ലാറ്റ്ഫോം യൂസ്ഡ്, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ഇവർക്കൊക്കെ ആരാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്? RBI ആണ്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് ടു പ്രൊവൈഡ് ചീപ്പ് റെമിറ്റൻസ് ഫെസിലിറ്റീസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മൾക്കറിയാം ഈ RTGS നെഫ്റ്റ് IMPS UPI ഇതൊക്കെ ആരതാണ്? RBI-നാണ്. ഇതിലൊന്നും RBI ആരെടുത്തുനിന്ന് ക്യാഷ് ഈടാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ചാർജും ഈടാക്കുന്നില്ല. RBI RTGS-ന് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് ചാർജ് ഈടാക്കി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് ആരെ ബാധിക്കും? നമ്മളെ ബാധിക്കും. നമ്മളിൽ നിന്ന് അവർ ചാർജ് ഈടാക്കും. പക്ഷെ ഒരു നോമിനൽ ചാർജസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മളെ ഫോണിൽ മെസ്സേജ് വരാറുണ്ട് മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. പറയുമ്പോൾ ഇല്ല എന്നൊക്കെ പറയും, പക്ഷെ ഒരു ഹിഡൻ ചാർജസ് ഉണ്ട് എന്തായാലും. ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് അടുത്ത സെക്ഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഇതൊരു ചെറിയ ക്ലാസ്സാണ്. ഓക്കെ.